പ്രൈം മിനിസ്റ്റർ തന്നെ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനിപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിലും അതേപോലെ തന്നെ 2 മൻ കി ബാത്തിലും കഴിഞ്ഞ മൻ കി ബാത്തിൽ അദ്ദേഹം സംസാരിച്ചത് മലയാളിയായ ഒരു യുവാവിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ തന്നെ ടൂൺസ് തന്നെ ട്രെയിൻ ചെയ്ത ഹരിനാരായണൻ എന്ന് പറഞ്ഞ ഒരു അലുമിനിയെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏതൊരു വ്യവസായമായാലും ആ വ്യവസായത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ വ്യവസായം ഈ അടുത്ത കാലം വരെയും നിലനിന്നത് എൻ്റർപ്രനേഴ്സിൻ്റെ ഒരു ശക്തിയിൽ മാത്രമാണ്, പ്രൈവറ്റ് എൻ്റർപ്രനേഴ്സിൻ്റെ ഒരു ശക്തിയിൽ മാത്രമായിരുന്നു. കാര്യം ഗവൺമെൻറ്റുകളും ഇതിനെ അത്ര സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ അതിനകത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർ തന്നെ കഴിഞ്ഞ ഈ ഒരു 6 മാസത്തിനിടയ്ക്ക് 3ഓളം തവണ അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തോടുള്ള പ്രഭാഷണത്തിലൊക്കെയും ഈ ഒരു വ്യവസായത്തിനെ ടച്ച് ചെയ്യണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ആഴത്തിൽ എൻഡോഴ്സ് ചെയ്യപ്പെട്ടിരിക്കണം, അത്തരത്തിലുള്ള ഒരു വിസിബിലിറ്റി ഈ ഒരു ഇൻഡസ്ട്രിക്ക് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ 2 വർഷമായിട്ട് നമുക്ക് പ്രത്യേകിച്ചും അനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ് ഈ രംഗങ്ങളിൽ നമുക്കൊരു 30% സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ രംഗത്തിന് വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാം ഈ നമ്മൾ വേവ്സ് മാത്രമല്ല, ഗവൺമെൻറ് എടുക്കുന്ന പല നടപടികളും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 30 ബില്യണിൽ നമുക്ക് എങ്ങനെ അടുത്ത 7 വർഷം കൊണ്ട് 100 ബില്യൺ, ഒരു 3 ഇരട്ടി ഒരു കുതിച്ചുചാട്ടമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതൊരു വലിയ ലക്ഷ്യമാണ്. സാധാരണ ഇതിൽ 10-15% നമ്മൾ ഗ്രോത്ത് വന്നു കഴിഞ്ഞാലും 7 വർഷം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു 100% ഗ്രോത്ത് വരും. 3 ഇരട്ടി ഗ്രോത്ത് വരണമെങ്കിൽ അതിനൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വരണം. അപ്പോൾ അതിന് എക്സ്പൊണൻഷ്യലായിട്ടുള്ള സ്ട്രാറ്റജി വരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലതാണ്. അപ്പോൾ അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്